ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 5-ലെ ഇംഗ്ലീഷ് കേട്ടോ. പുതിയ ബുക്കൊക്കെ മാറിയിട്ടില്ല. അതിന്റെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ എടുത്തു. അതിന്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ ബാക്കി ഒരു പോയം ഉണ്ട്, ഫ്രണ്ട്. ഇതാണ് ടീച്ചർ എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ യു ഹാവ് മെനി ഫ്രണ്ട്സ്, ഹാവ് യു? നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അല്ലേ? വാട്ട് ക്വാളിറ്റീസ് ഡു യു ലൈക്ക് ഇൻ ദം? അവരിൽ ഏത് ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്? ഏത് ക്വാളിറ്റീസ് ഒക്കെയാണ് ആ ഫ്രണ്ട്സിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്? നൗ റീഡ് ദ പോയം അബൌട്ട് എ ട്രൂ ഫ്രണ്ട്. നമുക്ക് ഈ പോയം വായിക്കാം. നമുക്ക് ഒരു ട്രൂ ഫ്രണ്ടിനെ കുറിച്ചിട്ടാണ് അല്ലെ. എ ഫ്രണ്ട്, എന്താ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അറിയാലോ, സുഹൃത്ത് അല്ലെ. A friend is one who stands to share every touch of grief and care. He comes by chance but stays by choice. Your praises he is quick to voice. അപ്പൊ എന്താ ഇവിടെ പറയുന്നത്? ഫ്രണ്ട് അല്ലെ. ഒരു ഫ്രണ്ട് എന്താണ്? നിങ്ങളുടെ ഓരോ സ്പർശനങ്ങളും, നിങ്ങളുടെ ഓരോ ടച്ചിങ്സും, പിന്നെന്താണ്, അതുപോലെ എന്താണ്, നിങ്ങളുടെ ദുഃഖവും കരുതലും പങ്കുവെക്കാൻ നിൽക്കുന്നവനാണ് എന്ത്? ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത് അല്ലെ. എന്താണ്? നിങ്ങളുടെ ടച്ചിങ്സും അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കാനും അല്ലെ, നിങ്ങളുടെ ദുഃഖവും കരുതലും ഒക്കെ പങ്കുവെക്കുന്നവനാണ് എന്ത്? സുഹൃത്ത് അല്ലെ. അവരെന്താണ്? ഹി കംസ് ബൈ ചാൻസ്. അവൻ വരുന്ന യാദൃശികമായിട്ടാണ് അല്ലെ. അവന് നമ്മളെ ഫ്രണ്ടായി മാറുന്നത് എന്താണ്? യാദൃശികമായിട്ടാണ് അല്ലെ. ബട്ട് സ്റ്റേസ് ബൈ ചോയ്സ്, എന്നാൽ ഇഷ്ടപ്രകാരമാണ് എന്ത്? താമസിക്കുന്നത് അല്ലെ, നിങ്ങളെ കൂടുതൽ നിൽക്കുന്നത്. അവന് എന്താ? ഇഷ്ടപ്രകാരമാണ് അല്ലെ. യുവർ പ്രൈസസ് ഹി ഈസ് ക്വിക്ക് ടു വോയിസ്. എന്താണ്? നിങ്ങളുടെ പ്രൈസ്, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എന്താണ്? അവന് ഇങ്ങനെ വേഗത്തിൽ പറയാണ് അല്ലെ. നീ നല്ല കുട്ടി, അതെന്താണ്? യുവർ പ്രൈസസ്, എന്താണ്? നിങ്ങളുടെ സ്തുതികൾ അവൻ വേഗത്തിൽ ശബ്ദിക്കുകയാണ് അല്ലെ. അപ്പൊ നല്ലൊരു ഫ്രണ്ട് എന്താണ്? നമ്മളുടെ എല്ലാ കരുതലുകളും സുഖവും ദുഃഖവും ഒക്കെ എന്താക്കുക? പങ്കുവയ്ക്കുന്നതാണ് അല്ലെ. അവൻ വരുന്നത് നമ്മൾ അറിഞ്ഞോണ്ടല്ല അല്ലെ. അവൻ ബൈ ചാൻസിലാണ് നമ്മളെ അടുത്തേക്ക് എത്തുന്നത് അല്ലെ. പക്ഷെ അവന് നമ്മളെ കൂടുതൽ അറിഞ്ഞോണ്ട് നിൽക്കുകയാണ് അല്ലെ. എന്താണ്? നിന്റെ സ്തുതികളൊക്കെ അവന് പാടും അല്ലെ, അവൻ പറയും അല്ലെ. No grievous fault or passing whim can make an enemy of him, and though your need be great or small, his strength is yours throughout it all. എന്താ ഇവിടെ പറയുന്നത്? നോ ഗ്രീവിയസ് ഫാൾട്ട് ഓർ പാസിംഗ് വിങ് ക്യാൻ മേക്ക് ആൻ എനിമി ഓഫ് ഹിം. എന്താണ്? ഏതൊരു തെറ്റ് ചെയ്താലും അല്ലെങ്കിൽ മോനെ ഇതാക്കിയ എന്ത് സാഹസം ചെയ്താലും എന്താ? അവനെ ശത്രു ആക്കൂല അല്ലെ. ആൻഡ് ദോ യുവർ നീഡ് ബി ഗ്രേറ്റ് ഓർ സ്മോൾ, എന്താണ്? ഹിസ് സ്ട്രെങ്ത് ഈസ് യുവേഴ്സ് ത്രൂ ഔട്ട് ഇറ്റ് ഓൾ. എന്താണ്? നിങ്ങളുടെ ആവശ്യം വലുതോ ചെറുതോ ആണെങ്കിൽ എന്താണ്? എല്ലാത്തിനും അവരെന്താക്കും? നിങ്ങളുടെ കൂട്ടത്തിൽ ആ ഫ്രണ്ട് നിൽക്കും അല്ലെ. എന്ത് തെറ്റ് ചെയ്താലും എന്താണ്? ഒരു തെറ്റും, ഏതൊരു തെറ്റും, ഘോരമായ വലിയ തെറ്റാണിക്കോട്ടെ, സാഹസമായിക്കോട്ടെ, അവനെ ശത്രു ആക്കൂല. നിങ്ങളുടെ ആവശ്യം, നിങ്ങൾക്ക് പല ആവശ്യങ്ങളുണ്ടല്ലേ, വലുതും ചെറുതായിട്ടുള്ള ആവശ്യം എന്താണെങ്കിൽ എന്താണ്? എല്ലാത്തിനും അവൻ എന്താക്കും? നിന്റെ കൂട്ടത്തിൽ നിൽക്കും അല്ലെ. നോ മാറ്റർ വേർ യുവർ പാത്ത് മേ ചേൺ, യുവർ വെൽഫെയർ ഈസ് ഹിസ് ഗ്രീഫ് chief concern. No matter what your dream may be, he prays your time soon to see. എന്താണ്? നിങ്ങളുടെ പാത എങ്ങോട്ട് തിരിഞ്ഞാലും നിങ്ങളുടെ ക്ഷേമമാണ് അവന്റെ പ്രധാന പരിഗണന അല്ലെ. നിങ്ങൾ എങ്ങോട്ട് പോയാലും എന്താണ്? നിങ്ങൾക്ക് നല്ലത് വരണം എന്നാണ് അവൻ വിചാരിക്കുക. നല്ലൊരു ഫ്രണ്ട് വിചാരിക്കുക അതാണ് അല്ലെ. നിങ്ങൾക്ക് നല്ലത് വരണമെന്നേ നല്ലൊരു ഫ്രണ്ട് വിചാരിക്കുള്ളൂ. നോ മാറ്റർ വാട്ട് യുവർ ഡ്രീം മേ ബി, ഹി പ്രേസ് യുവർ ടൈം സൂൺ ടു സീ. എന്താണ്? നിങ്ങളുടെ സ്വപ്നം എന്തായിരുന്നാലും, നിങ്ങൾക്ക് എന്താവണം എന്നുള്ള ആഗ്രഹമാണെങ്കിൽ അത് എന്തായിരിക്കട്ടെ നിങ്ങളുടെ സ്വപ്നം, അതെന്തായിരുന്നാലും നിങ്ങളുടെ വിജയം ഉടൻ കാണാനായി അവൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ നല്ലൊരു ഫ്രണ്ട് എന്താ വിചാരിക്കുക? നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയാണ് അവൻ ആഗ്രഹിക്കുക. എന്തായിക്കോട്ടെ, നിങ്ങളുടെ സ്വപ്നം എന്തായിക്കോട്ടെ, അതിലേക്ക് നിങ്ങൾ എത്തിപ്പെടാനാണ് അവൻ എന്താണ്? ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. There is no wish your tongue can tell, but what it is your friends as well. The life of him who has a friend is double guarded to the end. എന്താണ്? There is no wish your tongue can tell, but what it is your friends as well. ഇവിടെ എന്താ പറയുന്നത്? There is no wish your tongue can tell. എന്താണ്? ഒരാഗ്രഹവുമില്ല നിങ്ങളുടെ നാവിന് പറയാൻ കഴിയുന്നത് അല്ലെ. ബട്ട് ഇറ്റ് ഈസ് യുവർ ഫ്രണ്ട്സ് ആസ് വെൽ. പക്ഷെ നിങ്ങളുടെ സുഹൃത്ത് അത് മനസ്സിലാക്കൂ അല്ലെ. പിന്നെയോ ദ ലൈഫ് ഓഫ് ഹിം ഹു ഹാസ് എ ഫ്രണ്ട്, എന്താണ്? ഒരു സുഹൃത്ത് ഉള്ളവന്റെ ജീവിതം എന്താണ്? ഈസ് ഡബിൾ ഗാർഡഡ് ടു ദ എൻഡ്. അവസാനം വരെ എന്താണ്? ഒരു ഗാർഡ് അല്ലെ, ഒരു ഡബിൾ ഗാർഡഡ് ആണ്, ഇരട്ടത്താപ്പാണ് അല്ലെ അവസാനം വരെ. അപ്പൊ ഒരു സുഹൃത്ത് ഉള്ളവന്റെ ജീവിതം എന്താണ്? അവസാനം വരെ എന്താണ്? ഒരു ഡബിൾ ഗാർഡഡ് ആണ്. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നല്ല സുഹൃത്ത് അല്ലെ, നമ്മൾ തെരഞ്ഞെടുക്കുന്ന സുഹൃത്ത് എന്തായിരിക്കണം? നല്ല സുഹൃത്തായിരിക്കണം അല്ലെ.
അപ്പോൾ നല്ല സുഹൃത്തിനെ എപ്പോഴും നമ്മൾ തിരഞ്ഞെടുക്കുക. ആ നല്ല സുഹൃത്ത് എന്തായിരിക്കും, നമ്മളെ നല്ലതിന് വേണ്ടിയിട്ട് എന്താവുള്ളൂ, ആ സുഹൃത്ത് പ്രവർത്തിക്കുകയുള്ളൂ അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇതെന്താ ആരാ എഴുതിയത്? അബൌട്ട് ദ പോയറ്റ്. പോയറ്റിനെ കുറിച്ച് പറയാം നമുക്ക് അല്ലേ. എഡ്ഗാർഡ് എൽബർട്ട് അഗസ്റ്റ് അല്ലേ, 1959 അല്ലേ, വാസ് ബോൺ ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലാണ് അവർ ജനിച്ചത്. ഹിസ് ഫസ്റ്റ് പോയം വാസ് പബ്ലിഷ് അറ്റ് ദ ഏജ് ഓഫ് 17. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പോയം പബ്ലിഷ് ചെയ്തത് എന്താ, ഏജ് 17 അല്ലെ, 17 വയസ്സിലാണ് ഫസ്റ്റ് പോയം പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഹി ഹാസ് റിട്ടൺ മോർ ദാൻ 11,000 പോയംസ്. അദ്ദേഹം എന്താണ് 11,000 പോയംസ് വരെ എഴുതിയിട്ടുണ്ട് അല്ലേ. ഇതെ അവിടെ മീനിങ് എന്താണ്, കൺസേൺ, കെയർ, വറി ഓർ ഇൻട്രസ്റ്റ് ഇൻ സംവൺസ് വെൽബീയിങ്. എനിമി എന്താണ്, ആക്റ്റീവ് ഓപ്പോസിറ്റ്, ശത്രു എന്ന് പറയും അല്ലെ. ഗ്രീവിയസ്, വെരി സീരിയസ്. ഗാർഡ്, ടു പ്രൊട്ടക്ട് ചെയ്യും അല്ലെ. ഡബിൾ ഗാർഡ് എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. ട്രയംഫ്, ഗ്രേറ്റ് വിക്ടറി ഓർ സക്സസ്. വെൽഫെയർ, ദ ഹെൽത്ത്, ഹാപ്പിനെസ് ആൻഡ് സേഫ്റ്റി ഓഫ് എ പേഴ്സൺ ഓർ എ ഗ്രൂപ്പ്. whim, a sudden desire. Okay, let's explore the poem. നോക്കൂ. Who is your best friend? ആരാ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്? Why is your friend important to you? എന്തുകൊണ്ടാണ് നമുക്ക് ഫ്രണ്ട്സിനെ ഇമ്പോർട്ടൻറ്റ്, അതായത് why is your friend important to you? നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ആളായി മാറിയത്? അതാണ് എഴുതേണ്ടത്. What do you learn about a good friend from the poem? ഈ പോയത്തിൽ നിന്ന് നല്ലൊരു ഫ്രണ്ടിനെ കുറിച്ച് നിങ്ങൾ എന്താണ് പഠിച്ചത്? ഹൗ ഡസ് എ ഫ്രണ്ട് പ്രസൻസ് മേക്ക് യുവർ ലൈഫ് മോർ സെക്യൂർ? എങ്ങനെയാണ് ഒരു ഫ്രണ്ടിന്റെ പ്രസൻസ് നമ്മളെ ജീവിതത്തിൽ കൂടുതൽ സെക്യൂർ ആയത്, കൂടുതൽ എന്തായത്, മോർ സുരക്ഷിതമാകുമോ? എങ്ങനെയാണ്, എന്താണ് പറഞ്ഞത്? ഹൗ ഡസ് എ ഫ്രണ്ട്സ് അല്ലെ പ്രസൻസ് മേക്ക് യുവർ ലൈഫ് മോർ സെക്യൂർ? ഒരു സുഹൃത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ സുരക്ഷിതമാകുന്നത് എങ്ങനെയാണ് ചോദിച്ചത്. ഹൗ ഡസ് ദ പോയം എൻകറേജ് അസ് ടു ബി ഗുഡ് ഫ്രണ്ട്സ്? എന്താണ്, എങ്ങനെയാണ് ഈ പോയം നിങ്ങളെ ഒരു നല്ലൊരു ഫ്രണ്ട്സിലേക്ക് എൻകറേജ് ചെയ്യിപ്പിക്കുന്നത് അല്ലെ. എങ്ങനെ, ഹൗ ഡസ് ദ പോയം എൻകറേജ് അസ് ടു അല്ലെ, നല്ല സുഹൃത്തുക്കളാകാൻ കവി നമ്മളെ എങ്ങനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നല്ല സുഹൃത്തുക്കളാകാൻ കവി നമ്മളെ എങ്ങനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആക്ടിവിറ്റി 1 എന്താ, വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ഫ്രണ്ട്? നല്ല ഒരു ഗുഡ് ഫ്രണ്ടിന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? കംപ്ലീറ്റ് ദ വെബ് ഗിവൺ ബിലോ. വേർഡ് വെബ്. ഗുഡ് ഫ്രണ്ട് ഷെയറിങ് ചെയ്യും, പിന്നെന്താണ്, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും അല്ലേ, ഗാർഡ്, പിന്നെന്തൊക്കെയാണെന്നുള്ളത് എഴുതുക. ആക്ടിവിറ്റി 2 എന്താണ്, അപ്പം ഈ ഹൂ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട് എന്നല്ലേ. അപ്പോൾ എന്താണ് നിങ്ങൾ എഴുതുക? അപ്പം മൈ ക്ലോസ് ഫ്രണ്ട് ഈസ് എന്താണ്, സൗമ്യാന്നോ, അല്ലെങ്കിൽ മൈ ക്ലോസ് ഫ്രണ്ട് ഈസ് ഫൗസാന്നോ, അങ്ങനെയൊക്കെ എഴുതുക. നിങ്ങളെ ഫ്രണ്ട് ആരാന്ന് ചോദിക്കുക. വൈ ഈസ് യുവർ ഫ്രണ്ട് ഇമ്പോർട്ടൻറ്റ് ടു യു? എന്തുകൊണ്ടാണ് നിങ്ങൾക്കത് ഇമ്പോർട്ടൻ്റ് ആയെന്ന് ചോദിച്ചാൽ അല്ലേ. അപ്പോൾ ഐ ലൈക്ക്, എന്താ ആൺകുട്ടികളാണെങ്കിൽ എന്താണ്, ഐ ലൈക്ക് ഹിം അല്ലേ. ഐ ലൈക്ക് ഹിം ബിക്കോസ് ഹി ഹെൽപ്സ് മീ ഇൻ ഓൾ മൈ നീഡ്സ്. ഓക്കെ, ആൺകുട്ടിയാണെങ്കിൽ എന്താണ്, ഐ ലൈക്ക് ഹിം ബിക്കോസ് എന്താണ്, ഹി ഹെൽപ്സ് മീ ഇൻ ഓൾ മൈ നീഡ്സ് അല്ലേ. ഗേൾസ് ആണെങ്കിലോ അപ്പം മൈ ക്ലോസ് ഫ്രണ്ട് ഈസ് ഫൗസ എന്ന് പറഞ്ഞില്ലേ. എന്നിട്ട് എന്താക്കുക, ഐ ലൈക്ക് ഹിം ബിക്കോസ് ഹി ഹെൽപ്സ് മീ ഇൻ ഓൾ മൈ നീഡ്സ്. ഇനി ഗേൾസ് ആണെന്ന് ചോദിച്ചോ, എന്താണ്, മൈ ക്ലോസ് ഫ്രണ്ട് ഈസ് സൗമ്യ, ഐ ലൈക്ക് ഹെർ ബിക്കോസ് ഷീ ഹെൽപ്സ് മീ ഇൻ ഓൾ മൈ നീഡ്സ്. ഓക്കെ, ദെൻ വാട്ട് ഡു യു ലേൺ അബൌട്ട് എ ഗുഡ് ഫ്രണ്ട് ഫ്രം ദ പോയം? എന്തുകൊണ്ടാണ് അല്ലെ, എന്താണ് നിങ്ങൾ ഇവിടെ ഒരു ഗുഡ് ഫ്രണ്ട്, ഈ പോയത്തിൽ നിന്ന് ഈ ഒരു ഗുഡ് ഫ്രണ്ടിനെ കുറിച്ച് നിങ്ങൾ എന്താ പഠിച്ചതെന്ന് അല്ലെ. അപ്പൊ എന്താണ്, എ ഗുഡ് ഫ്രണ്ട് എഴുതിക്കോ. എ ഗുഡ് ഫ്രണ്ട് വിൽ സ്റ്റാൻഡ് ബൈ us, വിൽ സ്റ്റാൻഡ് STAND, സ്റ്റാൻഡ് ബൈ us ഈവൻ ഇൻ ട്രബിൾ, ഫുൾ സ്റ്റോപ്പ്. വി ക്യാൻ ഷെയർ എനിത്തിങ് വിത്ത് ഹിം, full stop. He sees only the good side of us. He sees, SEES, sees. He sees only the good side of us, us, full stop. He will not tell anyone about our faults or mistake, full stop. He will take care of any of our needs. He will take care of any of our needs, comma, big or small, full stop. He will pray for the success in our life. He will pray, 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 പ്രാർത്ഥിക്കും,
ഫോർ ദ സക്സസ് ഇൻ അവർ ലൈഫ്. നമ്മളെ വിജയത്തിന് വേണ്ടി അവൻ പ്രാർത്ഥിക്കും അല്ലേ. അടുത്തെന്താ, ഹൗ ഡസ് എ ഫ്രണ്ട് പ്രസൻസ് മേക്ക് യുവർ ലൈഫ് മോർ സെക്യൂർ. അപ്പൊ എന്താണ്, മൈ ഫ്രണ്ട്സ് പ്രസൻസ് മേക്ക് അവർ ലൈഫ് മോർ സെക്യൂർ. എങ്ങനെയാണ്, എങ്ങനെയാ, ബിക്കോസ് ദേ ഓഫർ കോൺസ്റ്റന്റ് സപ്പോർട്ട് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് അല്ലേ. എന്താണ്, ദേ ഓഫർ കോൺസ്റ്റന്റ് സപ്പോർട്ട് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. അടുത്തത് എന്താണ്, ഹൗ ഡസ് ദ പോയം എൻകറേജ് us ടു ബി ഗുഡ് ഫ്രണ്ട്സ് അല്ലെ. നല്ലൊരു ഫ്രണ്ട്സ് ആവാൻ ഈ പോയത്തിൽ എങ്ങനെയാണ് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത് ചോദിച്ചത്. ദ പോയം എൻകറേജസ് us ടു ബി ഗുഡ് ഫ്രണ്ട്സ് ബൈ എംഫസൈസിങ് സ്പെല്ലിംഗ് എന്താ, EMPHASISING, emphasizing the importance of loyalty, support and understanding. Loyalty, 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 support, 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 and understanding, UNDERSTANDING. Okay, understanding. Then അടുത്തത് എന്താണ്, ആക്ടിവിറ്റി 1 ആണല്ലേ. വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ഫ്രണ്ട്. നല്ല ഫ്രണ്ടിന്റെ ക്വാളിറ്റി എന്താണ്. അപ്പൊ എന്താണ് ഇത്, ഗുഡ് ഫ്രണ്ടിന് എന്താ, ഷെയറിങ് വേണം, പിന്നെ റെസ്പെക്ട്ഫുൾ ആയിരിക്കണം, ലോയൽറ്റി ഉണ്ടാവണം, പിന്നെന്താ, കെയറിങ്, ഹോണസ്റ്റി, ഹെൽപ്പിംഗ് അല്ലേ. ഇതൊക്കെയാണ് അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ, അടുത്ത ആക്ടിവിറ്റി എന്താ, ആക്ടിവിറ്റി 2 റീഡ് ദ ലൈൻസ് ഓഫ് ദ പോയം. പോയത്തിന്റെ ലൈൻസ് ആണ് അല്ലേ. എ ഫ്രണ്ട് ഈസ് വൺ ഹൂ സ്റ്റാൻഡ്സ് ടു ഷെയർ യുവർ എവറി ടച്ച് ഓഫ് ഗ്രീഫ് ആൻഡ് കെയർ അല്ലേ. The words care and share end with the same sound. നമുക്ക് ഈ കെയറും ഷെയറും എന്താണ്, ഇവിടെ ഷെയർ കെയർ അല്ലെ, ഇതെന്താണ് എൻഡ് ചെയ്യുന്നത് സെയിം സൗണ്ട് അല്ലെ, എയർ എയർ അല്ലെ. ദേ ആർ കോൾഡ് റൈമിംഗ് വേർഡ്സ്. നമ്മൾ പഠിച്ച സംഭവമാണ് അല്ലെ, അതാണ് എന്താ റൈമിംഗ് വേർഡ്സ് എന്ന് അതിന് പറയാം കേട്ടോ. സെയിം സൗണ്ടിൽ അവസാനിക്കുന്നത് അല്ലെ, സെയിം സൗണ്ടിൽ അവസാനിക്കുന്ന റൈമിംഗ് വേർഡ്സ് എന്ന് പറയാം. ഫൈൻഡ് ഔട്ട് മോർ റൈമിംഗ് വേർഡ്സ് ഫ്രം ദ പോയം. അപ്പൊ പോയത്തിൽ നിന്ന് കൂടുതൽ റൈമിംഗ് വേർഡ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം നമുക്ക് പോയത്തിൽ എവിടെയെന്ന് നോക്കൂ. സെയിം സൗണ്ടിൽ ഒന്ന് ഷെയറും കെയറും അല്ലെ. അടുത്തെന്താ, ചോയ്സ് വോയിസ് അല്ലെ, സൗണ്ട് സെയിം അവസാനിക്കുന്നത് ചോയ്സ് വോയിസ്. അപ്പൊ നിങ്ങൾ എന്താ എഴുതേണ്ടത്, ആദ്യം ഷെയർ കെയർ എന്ന് എഴുതുക, പിന്നെന്താണ് താഴെ അടിയിൽ എന്താണ് ചോയ്സ് വോയിസ് എന്ന് എഴുതുക. അടുത്ത് നോക്കൂ, വിം ഹിം അല്ലെ, ഇം എന്ന് പറഞ്ഞ സൗണ്ട് അവസാനിക്കുന്നത് അല്ലെ. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്, അടുത്തത് എന്താ വരുന്നത്, പിന്നെ വരുന്നത് സ്മോൾ ഓൾ അല്ലെ, സെയിം സൗണ്ടിൽ അവസാനിക്കുന്നത് സ്മോൾ ഓൾ അല്ലെ. പിന്നെ ടേൺ കൺസേൺ, എന്ന് പറഞ്ഞ അവസാനിക്കുന്നത് അല്ലെ, ടേൺ കൺസേൺ അല്ലെ. പിന്നെ BC അല്ലെ, സൗണ്ട് BC അല്ലെ. പിന്നെ ടെൽ വെൽ, പിന്നെ ഫ്രഞ്ച് ആൻഡ് അല്ലെ. അപ്പൊ അടുത്ത ലൈനിലായിട്ട് അല്ലെ എന്താ, സ്മോൾ എന്ന് പറയാ, അതിന് കോമ ഇട്ടിട്ട് ഓൾ എന്ന് എഴുതുക അല്ലെ, അല്ലെങ്കിൽ ഒരു വരട്ടിട്ട്. പിന്നെ അടുത്ത ടേൺ എഴുതുക, പിന്നെ ഒരു വരട്ടിട്ട് കൺസേൺ എഴുതുക, BC എന്ന സൗണ്ടിൽ അവസാനിക്കുന്നത്. പിന്നെ ടെൽ വെൽ അല്ലെ, അടുത്ത ലൈനിൽ എഴുതുക, അതിന്റെ അടുത്ത ലൈനിൽ ഫ്രഞ്ച് എൻഡ് അല്ലെ. ഇതാണ് റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, അടുത്ത ആക്ടിവിറ്റി എന്താണ്, ആക്ടിവിറ്റി 3 ആണ് അല്ലെ. യു ഓൾ ഹാവ് ഫ്രണ്ട്സ്. നിങ്ങൾക്കൊക്കെ ഫ്രണ്ട്സ് ഉണ്ട്, ഹാവ് യു അല്ലേ. ഡു യു നോ ദ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്ക് ഓഫ് യുവർ ഫ്രണ്ട്സ്. നിങ്ങൾക്കറിയോ അവർക്ക് എന്തൊക്കെയാണ് ഇഷ്ടം, എന്തൊക്കെയാണ് ഇഷ്ടമില്ലാത്തത് നിങ്ങൾക്കറിയോ. ആസ്ക് യുവർ ഫ്രണ്ട്സ് അബൌട്ട് ദെയർ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. ആസ്ക്, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ചോദിക്കുക, ആസ്ക് ചോദിക്കുക, അബൌട്ട് ദെയർ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്ക്, അവരുടെ ഇഷ്ടവും ഡിസ്ലൈക്ക് ഇഷ്ടമില്ലാത്തതൊക്കെ ചോദിക്കുക. റൈറ്റ് ദം ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. ഈ തന്നിരിക്കുന്ന ആ സ്പേസിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എക്സാമ്പിൾ ഇസ് ഗിവൺ ഫോർ യു. ഒന്ന് എക്സാമ്പിൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ടോമി ലൈക്സ് ഫുട്ബോൾ. ടോമിക്ക് എന്താണ് ഫുട്ബോൾ ഇഷ്ടമാണ്. ഹി ഡസൻ ലൈക്ക് ക്രിക്കറ്റ്. പക്ഷെ അവൻ എന്താണ് ക്രിക്കറ്റ് ഇഷ്ടമല്ല അല്ലെ. പിന്നെ എന്തൊക്കെയാ നമുക്ക് എഴുതാം, നിങ്ങളെ ഫ്രണ്ട്സിനെ കുറിച്ച് നിങ്ങളൊന്ന് എഴുതി വെക്കുക. അപ്പൊ നിങ്ങളെ ഫ്രണ്ടിന്റെ പേര് വെക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാണെങ്കിൽ എന്താണ്, മീര ലൈക്സ് ഐസ്ക്രീം. പിന്നെ ഷീ ഡസൻ ലൈക്ക് പോപ്കോൺ. പിന്നെ വേറൊരു ഫ്രണ്ടിന്റെ പേര് എന്താണ്, രാമു ലൈക്സ് ടീഷർട്ട്. ഹി ഡസൻ ലൈക്ക് ഷർട്ട്. പിന്നെ വേറെ ഒരു ഫ്രണ്ടിന്റെ പേര് പറയും, എന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടത് എഴുതുക, എന്താണ് ഇഷ്ടപ്പെടാത്തത് അവിടെ എഴുതുക കേട്ടോ. പിന്നെ എന്താണ് വേറെ എഴുതുന്നത്, മായ ലൈക്സ് ബിരിയാണി. ഹി ഡസൻ ലൈക്ക് ഗീ റൈസ്. ഗീ റൈസ് ഇഷ്ടമല്ല, നെയ്ച്ചോറ് ഇഷ്ടമല്ല, ബിരിയാണി ഇഷ്ടമാണ് അല്ലേ. അങ്ങനെ ലൈക്ക് എന്ന് പറഞ്ഞാൽ ഇഷ്ടവും, എന്താ ഡസൻറ്റ് ലൈക്ക് പറഞ്ഞാൽ ഇഷ്ടമില്ലാത്തതാണ് എഴുതേണ്ടത് കേട്ടോ. അങ്ങനെ എഴുതുക. ദെൻ അടുത്തത് ദ ഡോട്ട് ആണ് അല്ലേ. അത് ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുക കേട്ടോ. ഇതുവരെ എടുത്തതൊക്കെ നന്നായി മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.